നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Let G be the set of all the integers defined by the binary composition. This is the binary composition given. We need to prove whether G is a group or not. Firstly, closure property ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, റൈറ്റ്? So we know that AB is a part of G, right? And A star B is equal to A plus B plus 1. Okay, since it is a combination of integers, നമ്മൾ ഈ ഏതെങ്കിലും ഒരു രണ്ട് നമ്പേഴ്സിൻ്റെ സം എടുത്തു കഴിഞ്ഞാലും അതിലോട്ട് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാലും ദി എൻറ്റയർ ആൻസർ, ദ റിസൾട്ട് വിൽ ബി ഓൾസോ എ പാർട്ട് ഓഫ് G. ഹെൻസ് ഇറ്റ് ഈസ് ക്ലോസ്ഡ്. സെക്കൻഡ് വൺ ഇസ് അസോസിയേറ്റിവിറ്റി. അതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ A star B star C is equal to A star B star C. A star B star C എന്ന് പറഞ്ഞാൽ എന്താണ്? B plus C plus 1. A star B എന്ന് പറഞ്ഞാൽ A plus B plus 1 star C. അപ്പം ഇനി ഇത് മൊത്തം ഒരു വേരിയബിൾ A ഡാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഇത് മൊത്തം ഒരു വേരിയബിൾ C ഡാഷ് ആയിട്ടോ എടുത്തേ. അപ്പോൾ A ഇൻറ്റു A ഡാഷ് എന്ന് പറയുമ്പോഴത്തേനും A പ്ലസ് B പ്ലസ് C പ്ലസ് 1 പ്ലസ് 1. അതായത് ഇത്രയും ഞാനൊരൊറ്റ വേരിയബിൾ, അപ്പോൾ ഈ ബിയുടെ സ്ഥാനത്ത് ഇത്രയും വേരിയബിൾ ഞാൻ കയറ്റുകയാണ് ചെയ്യുന്നത്. ഇഗൈൻ ഇവിടെ വരുമ്പോൾ A പ്ലസ് B പ്ലസ് C പ്ലസ് C പ്ലസ് 1. അപ്പം ദാറ്റ്സ് ഹസ്ബൻഡ് A പ്ലസ് B പ്ലസ് C പ്ലസ് 2 is equal to A plus B plus C plus 2. Hence, this group is associative also. Third one നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ദി എക്സിസ്റ്റൻസ് ഓഫ് ആൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അതായത് A സ്റ്റാർ E എന്ന് പറയുന്നത് എനിക്ക് A കിട്ടണം, റൈറ്റ്? ഓക്കെ, നമുക്കറിയാം A സ്റ്റാർ E എന്ന് പറഞ്ഞാൽ എന്താണ്? A പ്ലസ് E പ്ലസ് 1 is equal to A. So that's nothing but E plus 1 is equal to 0. E is equal to minus 1. So ഈ കേസിൽ E ആയിരിക്കും, ഈ -1 എന്നുള്ളതായിരിക്കും ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഫോർത്ത് വൺ ഇസ് ഇൻവേഴ്സ്. We know that A star A inverse is equal to E. A star A inverse എന്ന് പറയുമ്പം A plus A inverse plus 1 is equal to E. What is E? -1 is E. So A plus A inverse എന്ന് പറയുമ്പോഴത്തേനും it will be -1 minus 1. That's nothing but -2. Therefore A minus A inverse A minus A inverse എന്ന് പറയുമ്പോഴത്തേനും A plus A inverse എന്ന് പറയുമ്പോഴത്തേനും it will be -2. What does this show? This shows that there exists A inverse. അപ്പം അതുകൊണ്ട് തന്നെ ഇൻവേഴ്സ് സാറ്റിസ്ഫൈ ദ ഐഡൻറ്റിറ്റി കണ്ടുപിടിച്ച് അസോസിയേറ്റിവിറ്റിയാണ്, ക്ലോഷറാണ്. ഹെൻസ് വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് G ഇസ് എ ഗ്രൂപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ ഹിയർ നമുക്ക് കൊടുത്തേക്കുന്ന ജിയുടെ മെട്രിസസ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് 1 0 0 1 -1 0 0 1 1 0 0 -1 -1 0 0 -1. We have to prove that G is a group under multiplication. So ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴത്തേനും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഒരു മെട്രിസസ് വരുന്ന കേസിൽ അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മെട്രിസസ് വരുന്ന കേസിൽ വി ഹാവ് ടു ഡ്രോ എ കേലി ടേബിൾ. അതെങ്ങനെ ഡ്രോ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. So first what we need to do is we need to divide each of these elements. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ് അല്ലേ. ഐ എം ടേക്കിംഗ് ദിസ് ആസ് A, then I am taking this as B, taking this as C. ഹെൻസ് ഇത്ര എലമെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ വി ആർ ഡ്രോയിങ് എ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ A B C I A B C.
വാട്ട് യു ഹാവ് ടു ഡു ഇസ് വി ഹാവ് ടു ഡു ദി മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ നേരത്തെ മോഡ്യൂലോൻ്റെ കേസിൽ ടേബിൾ നോക്കി എങ്ങനെയാണ് സോൾവ് ചെയ്തത് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു കേസിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഐ ഇൻറ്റു ഐ ഇസ് നത്തിങ് ബട്ട് ഐ ഇൻറ്റു എ എന്ന് പറയുന്നത് എ ആയിരിക്കും, ഐ ഇൻറ്റു ബി ഇസ് ബി, ഐ ഇൻറ്റു സി ഇസ് സി, എ ഇൻറ്റു ഐ ഇസ് എ, ബി ആൻഡ് സി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. എ ഇൻറ്റു എ എന്ന് പറയുന്നത് ഐ ആണ്. അത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് കിട്ടും -1 0 0 1 -1 0 0 1. സോ 7ൻ്റെ റൂളിൽ വെച്ചിട്ട് -1 1 is 1, 0 into 0 is 0, 0 into 0 is 0, 1 into 1 is 1. കണ്ടോ ഐഡൻറ്റിറ്റി എലമെൻറ്റിൽ നമുക്ക് കിട്ടിയ ഇതുപോലെ എല്ലാത്തിനും നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ആ ടേബിൾ ഫിൽ ചെയ്തെടുക്കണം. So first one, we need to prove that it is a group under multiplication. What is the first thing that we need to check? Closure is the first thing we need to check. ഒന്ന് നോക്കിക്കേ, ഈ ടേബിളിലുള്ള ഏതെങ്കിലും എലമെൻറ്റ് ഇസ് ഇറ്റ് ഔട്ട്സൈഡ് ദ സെറ്റ് ഐ എ ബി സി. എന്തുകൊണ്ട് ഐ എ ബി സി എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ എലമെൻറ്റിനെയാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയത്. ഇസ് ഇറ്റ്? നോ, ഇറ്റ് ഇസ് നോട്ട്. എവറി എലമെൻറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദ സെറ്റ്, ഹെൻസ് ഇറ്റ് ഇസ് ക്ലോസ്ഡ്. Next one is associativity. അതിന് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഇൻറ്റു ബി ഡോട്ട് സി ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി. ഓക്കെ, എ ഡോട്ട് വാട്ട് ഇസ് ബി ഡോട്ട് സി? ബി ഡോട്ട് സി എന്ന് പറയുന്നത് എ ആണ്. എ ഡോട്ട് ബി എന്താണ്? എ ഡോട്ട് ബി ഇസ് സി, സി ഡോട്ട് സി. A dot A is nothing but I, C dot C is nothing but I. Hence associativity is proved. അതൊരു എക്സാമ്പിൾ എടുത്തിട്ട് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ മതി. ഇറ്റ്സ് ഓൾ റൈറ്റ്. തേർഡ് വൺ ഇസ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. സോ നമുക്കറിയാം ഒരു മെട്രിക്സിൻ്റെ കേസിൽ വാട്ട് ഈസ് ദി ഐഡൻറ്റിറ്റി എലമെൻറ്റ്? ഇറ്റ് ഈസ് ഐ, റൈറ്റ്? അപ്പം അതിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ജസ്റ്റ് നമ്മൾ സ്റ്റേറ്റ് ചെയ്ത് പോയാൽ മതി. ഫോർത്ത് വൺ ഇസ് ഇൻവേഴ്സ്. What is the situation of inverse? If we are, sorry, the dot operation ആണ്. If we are getting the identity element, അല്ലാന്നുണ്ടെങ്കിൽ if you are getting E, then that means that is the inverse of the other. നമ്മൾ ആ മോഡ്യൂളിൽ എടുത്ത പോലെ തന്നെ എനിക്കിപ്പോൾ ഇൻവേഴ്സ് കിട്ടുന്നതെല്ലാം ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാണ്. സോ എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഐ കിട്ടും, വിച്ച് മീൻസ് എയുടെ ഇൻവേഴ്സ് എന്താണ്? എ തന്നെയാണ്. ബിയുടെ ഇൻവേഴ്സ് ബി ആണ്, സിയുടെ ഇൻവേഴ്സ് സി ആണ്, ഐയുടെ ഇൻവേഴ്സ് ഐ തന്നെയാണ്. വിച്ച് മീൻസ് ദാറ്റ് ദർ എക്സിസ്റ്റ് ആൻ ഇൻവേഴ്സ് ഓൾസോ ആൻഡ് ദാറ്റ് ഇൻവേഴ്സ് is a part of my set which is being provided, right? It's a set which is being provided. Hence we can say that the given G is a group under multiplication. അടുത്തൊരു തിയറമാണ്, അതായത് നമ്മൾ പ്രൂവിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് പൊതുവെ ആവശ്യം വരുന്നൊരു തിയറമാണ്. ഫോർ എവറി ഗ്രൂപ്പ് ദി ഐഡൻറ്റിറ്റി ഓഫ് ജി ഇസ് യുണീക്ക്. ദി ഇൻവേഴ്സ് ഓഫ് ഈച്ച് എലമെൻറ്റ് ഇസ് യുണീക്ക് ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഓർ റൈറ്റ് ക്യാൻസലേഷൻ പോസിബിൾ ആണ്. സോ ദാറ്റ് മീൻസ് ദ ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ ആൻഡ് ദ റൈറ്റ് ക്യാൻസലേഷൻ ലോ അപ്ലൈസ് ഓവർ ഹിയർ. ഓക്കെ, സോ ഇതിൻ്റെ പ്രൂഫായിട്ട് നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ആർ അസ്യൂമിങ് ദാറ്റ് there are two identity elements E1 and E2. Okay, so ഈ ഒരു കേസിൽ if we are having E2 as the identity element or E1 as the identity element, നമ്മൾ രണ്ട് ചെയ്യുമ്പോഴത്തേനും what we get is the same answer, which implies E1 is equal to E2. ഇൻവേഴ്സ് യൂണിക് ആണെന്ന് വിചാരിക്കുക. അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇതിന് തന്നെ നമുക്ക് രണ്ട് ഇൻവേഴ്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ A1 and A2 നമ്മൾ ഇൻവേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ സബ്സ്റ്റിറ്റ്യൂഷൻ we will get that A1 is equal to A2. സോ ഒരു എലമെൻറ്റിന് there will be existing only one inverse and that one will be unique. അടുത്ത് നമുക്ക് വരുന്നത് പ്രൂവ് ചെയ്യാനായിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ക്യാൻസലേഷനാണ് വരുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടോട്ട് വി ആർ പ്രീ മൾട്ടിപ്ലൈയിങ് എ ഇൻവേഴ്സ്. സോ ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ നമുക്ക് ആൻഡ് ദിസ് വിൽ ബി ഇ. അങ്ങനെ നമുക്ക് വിൽ ഗെറ്റ് ബി ഈസ് ഈക്വൽ ടു സി. അപ്പം ഒരു പ്രൂഫായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ദ എക്സ്പെക്റ്റഡ് മെത്തേഡ് ഓഫ് ആൻസറിങ്. ഇത് ചുമ്മാ ഇങ്ങനെ എഴുതി പോകരുത്, അത് ഡിസ്ക്രിപ്റ്റീവായിട്ട് പറഞ്ഞു പോവുക.
next we'll deal with the question. Prove that the inverse of products of two elements of a group is the product of the inverse taken in reverse order, which means that we have to prove that AB, the whole inverse, is equal to B inverse A inverse, right? So we know that A comma B is a part of G. So let us take their inverses A inverse and B inverse, which is a part of G. ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് ജി ഒരു ഗ്രൂപ്പാണ്, അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സസും ഗ്രൂപ്പിൽ എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് എ ഗ്രൂപ്പ്. ഓൾസോ എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഇ, ആൻഡ് സിമിലർലി റൈറ്റ്. ഇനി നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എലമെൻറ്റിൻ്റെ ഇൻവേഴ്സും ഈ ഒരു എലമെൻറ്റും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഇപ്പം ലെറ്റ് us take this എ ബി ആസ് എക്സ്. ഓക്കെ, എക്സ് ഇൻവേഴ്സ് ഇസ് നത്തിങ് ബട്ട് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്നാണ് പറയുന്നത്. സോ ഇഫ് വി ആർ പ്രൂവിങ് ദറ്റ് എക്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഇ, വി ക്യാൻ പ്രൂവ് ദാറ്റ് എക്സ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. പിടി കിട്ടിയോ? നമ്മളിവിടെ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. നമ്മൾ ഇൻവേഴ്സ് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ ഒറിജിനൽ എ അല്ലെങ്കിൽ ആ ഒരു വേരിയബിൾ ആസ് സച്ച് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് വെച്ച് ഇവിടെ തുടങ്ങുന്നത്. ഓക്കെ, സോ എ ബി ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഇവരെ ഗ്രൂപ്പ് ചെയ്തു. വി ഗെറ്റ് ദാറ്റ് എ ഇ എ ഇൻവേഴ്സ്, ദാറ്റ്സ് നത്തിങ് ബട്ട് എ ഇൻവേഴ്സ്, ദാറ്റ്സ് നത്തിങ് ബട്ട് ഇ. സോ വി ഗോട്ട് ദാറ്റ് എ ബി ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഇസ് നത്തിങ് ബട്ട് ഇ, റൈറ്റ്? ഐദർ വേ നമുക്ക് ചെയ്ത് നോക്കാം. ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എ ബി, ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എ ബി, ബി ഇൻവേഴ്സ് ഇ ബി, ബി ഇൻവേഴ്സ് ബി, that's nothing but E. So if we are multiplying these two, both left handലും right hand നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, we are getting the identity element എന്നുണ്ടെന്നുണ്ടെങ്കിൽ what does it imply? It implies that A B the whole inverse is equal to B inverse A inverse. അതായത് A B ഇൻറ്റു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടി. സോ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സ് ഇതായിരിക്കും എന്നാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തേക്കുന്നത്. ഫോർ എനി ഗ്രൂപ്പ് ജി, പ്രൂവ് ദറ്റ് ജി ഈസ് എബീലിയൻ ഇഫ് എ ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ. സോ in order to prove that G is abelian, what do we need to do? Commutative property satisfy channel, which means that AB should be equal to DA if A comma B is a part of group G. So AB the whole square is nothing but we can write it as AB into AB, right? That's nothing but A into, നമ്മൾ റീഗ്രൂപ്പ് ചെയ്യാണ് ചെയ്യുന്നത്, BA into B. That is nothing but AA BB. Again we are regrouping it. That's nothing but A square B square. Hence proved. അപ്പം ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യനൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ എന്താ ഒരു ലോജിക്കൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സോ ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഫസ്റ്റ് പാർട്ടാണ്. Second part, if we are beginning with AB the whole square is equal to A square B square, അതായത് ഇതിനെ നമ്മൾ എന്താ ഈ ഒരു LHSലാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തേക്കുന്നത്, റൈറ്റ്? ഈ ഒരു സംഭവമാണ് നമ്മൾ പ്രൂവ് ചെയ്തേക്കുന്നത്. ഇപ്പം ഇഫ് ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി ഈക്വൽ എന്നുണ്ടെങ്കിൽ, ഇപ്പം ഇവിടെ നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്, എന്നാൽ അത് കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നുള്ള രീതിക്കാണ്. സോ എ ബി AA BB,
എ ബി എ ബി എ എ ബി ബി എ ബി നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് ബി എ ഈസ് ഈക്വൽ ടു എ ബി. ഹെൻസ് ഇറ്റ് ഈസ് എബീലിയൻ, അല്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഒന്നുകൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ട്രൂ ആണ് എന്നുള്ള രീതിക്കാണ് നമ്മളിവിടെ അത് ചെയ്തത്. കൺവേഴ്സ്ലി നമ്മളിവിടെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തന്ന പ്രൂഫ് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ എബീലിയൻ ആണ് എന്നുള്ളത് തെളിയിച്ചത്. സോ രണ്ട് രീതിക്കുമാണ് നമ്മളിവിടെ ചെയ്തത്.